ഉണ്ണിമുകുന്ദൻ നായകനായി തിയേറ്ററിലെത്തിയ മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വമ്പൻ ഹൈപ്പിൽ തിയേറ്ററിൽ എത്തി ചോര കൊണ്ട് തിയേറ്റർ കളറാക്കിയപ്പോൾ ബോക്സ് ഓഫീസിലേക്കും വന്നു ചേരുന്നത് ചോരയുടെ മണമുള്ള നല്ല കോടികളുടെ കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 3-ാം ദിവസത്തെ ചിത്രത്തിൻ്റെ കളക്ഷനെ കുറിച്ച് പറയുന്നതിന് മുന്നേ 2 ദിവസങ്ങൾ കൊണ്ട് ചിത്രം എത്രത്തോളം നേടിയെന്നുള്ള കണക്കുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോട്ടെ. ആദ്യ ദിവസം കേരളത്തിൽ നിന്നും 4,45,00,000 രൂപ, രണ്ടാമത്തെ ദിവസം കേരളത്തിൽ നിന്നും 4,54,00,000 രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ആദ്യ ദിവസം 45 ലക്ഷം രൂപ, രണ്ടാമത്തെ ദിവസം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 50% വർധനവാണ് കളക്ഷനിൽ കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 65 ലക്ഷത്തോളം രൂപയാണ് ചിത്രം നേടിയത്. അങ്ങനെ 2 ദിവസത്തെ ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രം 1,10,00,000 രൂപ. ഇന്ത്യയിൽ നിന്നും 2 ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു ചിത്രം നേടിയത് 10,10,00,000 രൂപ. കേരളത്തിൽ നിന്നും 2 ദിവസങ്ങൾ കൊണ്ട് ചിത്രം നേടിയത് 9 ലക്ഷത്തോളം രൂപ. അങ്ങനെ വേൾഡ് വൈഡിൽ നിന്ന് 2 ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു ചിത്രം നേടിയത് 20,90,00,000 രൂപ. 3-ാം ദിവസത്തെ ചിത്രത്തിന്റെ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ട്രാക്കേഴ്സ് ഉറപ്പിച്ച് പറയുന്നത് 3-ാമത്തെ ദിവസമായിരിക്കും ചിത്രത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കേരളത്തിൽ നിന്നും കിട്ടുന്ന ദിവസം. അതോടൊപ്പം തന്നെ വേൾഡ് വൈഡിൽ നിന്നും കിട്ടുന്ന ദിവസം 5,50,00,000 മുകളിലാണ് ചിത്രം കേരളത്തിൽ നിന്നും 3-ാമത്തെ ദിവസം നേടാൻ വേണ്ടി പോകുന്നത് എന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ച 3-ാമത്തെ ദിവസം വേൾഡ് വൈഡിൽ നിന്ന് 12 കോടിക്ക് മുകളിലുള്ള കളക്ഷനിലേക്കും ചിത്രം എത്തപ്പെടും. അങ്ങനെ 3 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് വീക്കെൻഡ് കളക്ഷൻ ഏകദേശം 33 കോടിക്ക് അടുത്താണ് ട്രാക്കേഴ്സ് പറയുന്നത്. ഇന്ന് 3-ാം ദിവസവും ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനമാണല്ലോ മാർക്കോ കാഴ്ച വെച്ചിരിക്കുന്നത്. ഓരോ ദിവസവും ചെല്ലും തോറും ചിത്രത്തിന്റെ കളക്ഷനിൽ വർധനവാണ് ഓരോ ദിവസവും രേഖപ്പെടുത്തി വരുന്നത്. കിടിലൻ വയലൻസും കാര്യങ്ങളെല്ലാം ഉള്ളതിനാൽ യുവാക്കളും അതുപോലെ ഇൻഡിവിജ്വലായി സിനിമ വന്ന് കാണുന്നവരെല്ലാം കണ്ടു കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകരുടെ പിന്തുണ ഈ ഒരു ചിത്രത്തിന് എങ്ങനെ കിട്ടുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.